ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറ്റിയാണ്. അപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ടു നോ ദ ഓപ്പറേറ്റീവ് പെർഫോമൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു കമ്പനിയുടെ ഓപ്പറേറ്റീവ് പെർഫോമൻസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സമ്മറൈസസ് ഇൻകം ഏൺഡ് ആൻഡ് എക്സ്പെൻസസ് ഇൻക്വേർഡ് ബൈ ആൻ എൻ്റർപ്രൈസ്. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ആ ഒരു കമ്പനിക്ക് എന്തൊക്കെ എക്സ്പെൻസസ് ആണോ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ എത്രത്തോളം ഇൻകംസ് ആണ് അവർ ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സമ്മറൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഓക്കെ, ഇനി ഇഫ് ദ ആഗ്രിഗേറ്റ് ഇൻകം ഏൺഡ് എക്സീഡ്സ് ദ എക്സ്പെൻസസ് ഇൻക്വേർഡ് ദ ഡിഫറൻസ് ഈസ് കോൾഡ് നെറ്റ് ഇൻകം ഓർ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെൻസസിനേക്കാൾ കൂടുതൽ ഇൻകം ആണ് അവിടെ ഉള്ളതെന്ന് വെച്ചാൽ അതിനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ എക്സ്പെൻസസ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നെറ്റ് ലോസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിനും ഒരു ഫോർമാറ്റ്, വെർട്ടിക്കൽ ഫോർമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് ഷെഡ്യൂൾ 3 ഒരു വെർട്ടിക്കൽ ഫോർമാറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ഫോർമാറ്റാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹെഡുകളായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുക. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കാണിക്കുന്നത് നോട്ട്സ് ടു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് വരാം. ഷെഡ്യൂൾ 3 പ്രകാരമുള്ള ഫോർമാറ്റാണ്. അപ്പോൾ ആദ്യമേ പർട്ടിക്കുലേഴ്സ് കോളം വേണം, പിന്നെ അതുപോലെ തന്നെ നോട്ട് നമ്പറിന് വേണ്ടി ഒരു കോളം പ്രൊവൈഡ് ചെയ്യണം, പിന്നെ 2 എമൗണ്ട് കോളവും പ്രൊവൈഡ് ചെയ്യുക. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. ഈ ഒരു ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി അവരുടെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്താണോ അതിൽ നിന്നും അവർ ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ടുള്ള ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രോഡക്ട്സ് സെയിൽ നടത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ സെയിൽ ഓഫ് സർവീസസ് ആവാം, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് റവന്യൂസ് ആവാം. അപ്പോൾ ഈ ഏത് ഓപ്പറേഷൻസിൽ നിന്നാണ് അവർ റവന്യൂ ഏൺ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സ് ടു അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണമെന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുക. ഇനി അതിൽ ഏതൊക്കെ ഓപ്പറേഷൻസിൽ നിന്നാണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സ് ടു അക്കൗണ്ടിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. ശേഷം അടുത്തതായിട്ട് വരുന്ന ഐറ്റം എന്ന് പറയുന്നത് അതർ ഇൻകം ആണ്. അതായത് ഒരു കമ്പനിയുടെ മെയിൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് പുറമെ വേറെ എന്തെങ്കിലും സോഴ്സസിൽ നിന്ന് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള റവന്യൂ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് അതർ ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തേണ്ടത്. അപ്പോൾ അതർ ഇൻകം എന്ന് പറയുമ്പം ഇൻട്രസ്റ്റ്, നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കാം, ഡിവിഡൻഡ് എവിടെ നിന്നെങ്കിലും റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ ഈ അതർ ഇൻകത്തിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. 2 ഐറ്റംസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസും അതർ ഇൻകവും കൂടി ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ഇനി നമ്മൾ എക്സ്പെൻസസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. എക്സ്പെൻസസിൽ വരുന്ന ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡ്. നമ്മൾ എത്രത്തോളം മെറ്റീരിയൽസ് ആണ് കൺസ്യൂം ചെയ്തത്, അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോർമുലയാണ് മെറ്റീരിയൽസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിനോടൊപ്പം ആ ഒരു കറണ്ട് ഇയറിൽ നമ്മൾ എത്രത്തോളമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ പർച്ചേസസ് ആഡ് ചെയ്യുക, അതിൽ നിന്നും മെറ്റീരിയൽസിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗർ എന്താണോ അതാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് കൺസ്യൂംഡിൽ റെക്കോർഡ് ഐറ്റം പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പോൾ ഈ ഒരു ഹെഡിങ്ങിൽ ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റീസെല് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി എന്തെങ്കിലും ഗുഡ്സ് ഒരു കമ്പനി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. സോ ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് ട്രേഡിംഗ് ആക്ടിവിറ്റി നടത്തുന്നത്, അതായത് സാധനങ്ങൾ വേറൊരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുന്ന റീസെല് ചെയ്യുന്ന കമ്പനീസൊക്കെ ആയിരിക്കും അവർ എന്തൊക്കെയൊക്കെ പർച്ചേസസ് ആണോ നടത്തിയിട്ടുള്ളത് അതാണ് ഈ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ നമുക്കിപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയോ വർക്ക് ഇൻ പ്രോഗ്രസ്സോ സ്റ്റോക്ക് ഇൻ ട്രേഡോ അങ്ങനെയുള്ള തരത്തിലുള്ള ഇൻവെൻട്രീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻവെൻട്രീസ് എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൽ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടോ ആ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഫിഗർ എന്താണോ അതാണ് നമ്മൾ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്.
അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ഈ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന, അതായത് എംപ്ലോയീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, എംപ്ലോയീസിന് വേണ്ടി ചിലവാക്കുന്ന കാര്യങ്ങൾ, സാലറി, അവർക്ക് കൊടുക്കുന്ന വേജസ്, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടി എന്തൊക്കെ എക്സ്പെൻസസ് ആണോ വരുന്നത് അതെല്ലാം തന്നെ നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഇതിൽ ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും, അതായത് വേജസ്, സാലറി, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്, പെയ്ഡ് ആനുവൽ ലീവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സിലും ഈ പറയുന്ന എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൽ വരുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയി റിട്ടയർ ചെയ്തു, അപ്പോൾ നമ്മൾ അവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ എംപ്ലോയ്മെൻറ്റ് അവസാനിപ്പിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഒരു എംപ്ലോയിക്ക് വേണ്ടി എന്തൊക്കെ എക്സ്പെൻസസ് ആണോ ഇൻക്വേർഡ് ആവുന്നത് അതും നമ്മൾ ഈ ഒരു എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൻ്റെ അണ്ടറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള എന്തെങ്കിലും എംപ്ലോയി ബെനിഫിറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ അതായത് ഇപ്പോൾ ലോങ് ടൈം ആയിട്ടൊരു ഡിസബിലിറ്റി ബെനിഫിറ്റ് ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു എംപ്ലോയിയാണ്. അപ്പോൾ അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ സർവീസിൽ ഇരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റി വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ കമ്പനി എന്ത് ചെയ്യും? അയാൾക്ക് ആ ഒരു ഡിസബിലിറ്റി വന്നത് മൂലം അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പം അങ്ങനെ എന്തെങ്കിലും എംപ്ലോയീസിന് നമ്മൾ അങ്ങനെ ഒരു ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസാണ്. സോ അത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ടെർമിനേഷൻ ബെനിഫിറ്റ്സ്, ഇപ്പോൾ ഒരാളെ ടെർമിനേറ്റ് ചെയ്യുകയാണ്, ഓക്കെ, എംപ്ലോയീസിനെ ടെർമിനേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവർക്ക് ചിലപ്പം ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ റെക്കോർഡ് ചെയ്യണം. എക്സ്പെൻസ് എന്ന് പറയുന്നത് ഫിനാൻസ് കോസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനി അവരുടെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ബോറോയിങ്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ ലോൺസോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന പേയ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന് ഡിവിഡൻഡ് പേ ചെയ്യുക, ഓക്കെ, അങ്ങനെയുള്ള ബോറോയിങ് കോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഫിനാൻസ് കോസ്റ്റിൻ്റെ അണ്ടറിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. ഇപ്പോൾ നമ്മുടെ ഫിക്സഡ് അസറ്റ്സിന് മേലെ ഡിപ്രീസിയേഷനോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എവിടെ ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഡിപ്രീസിയേഷൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സിന് മേലാണ് വരുന്നത്, അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റിന് മേലാണ് അതിൻ്റെ ഒരു കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് മേലാണെങ്കിൽ നമ്മളതിനെ അമോർട്ടൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് അതർ എക്സ്പെൻസസ് ആണ്. അതായത് നമ്മൾ മുകളിൽ ഇപ്പോൾ കുറേ എക്സ്പെൻസസ് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത എന്നാൽ എക്സ്പെൻസസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസസ്, അങ്ങനെയുള്ള തരത്തിലുള്ള മിസലേനിയസ് എക്സ്പെൻസസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെഡിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഈ പറഞ്ഞ എക്സ്പെൻസസ് ഒക്കെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സ്പെൻസസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻകംസും എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഇൻകം എക്സ്പെൻസസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക, അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള പ്രോഫിറ്റാണ്. സോ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം ടാക്സ് എക്സ്പെൻസസ് ആണ് അടുത്തതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. കറണ്ട് ടാക്സ് ഉണ്ടെങ്കിൽ അത്, ഡെഫേർഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത്, ഈ പറഞ്ഞ ടാക്സുകളും നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ടാക്സ് റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൽ നിന്നും എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ആ ഒരു പീരീഡിൽ ആ ഒരു കമ്പനിക്ക് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇല്ല അതുപോലെ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്, അതായത് ഇപ്പോൾ ആ കമ്പനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യുന്നില്ല, അവർ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റും ലോസും നമ്മളിവിടെ ഒന്നും ജസ്റ്റ് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിന് മേലെ എന്തെങ്കിലും ടാക്സ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ദെൻ നമുക്ക് അതിനുശേഷം ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസിൽ നിന്നും എന്തെങ്കിലും പ്രോഫിറ്റോ ലോസോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യണം. അതിനൊക്കെ ശേഷം നമ്മൾ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് എഴുതേണ്ടത്. ഇതൊരു കമ്പനിയുടെ നെറ്റ് ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഗെയിൻസോ ലോസസോ ഒക്കെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ അതർ കോംപ്രിഹെൻസീവ് ഇൻകത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. അതായത് ഈ അതർ കോംപ്രിഹെൻസീവ് ഇൻകം എപ്പോഴാണ് എറൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു നമ്മുടെ അസറ്റ്സോ ലയബിലിറ്റീസോ ഒക്കെ റീവാലുവേഷനോ അല്ലെങ്കിൽ റീമെഷർമെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് അതിൻ്റെ ബുക്ക് വാല്യൂവിൽ നിന്നും ചിലപ്പോൾ ചേഞ്ചസ് വരാം.
ഓക്കെ. അപ്പം അങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ ആ ഒരു ചേഞ്ചസിന് അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഗെയിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ലോസസോ വരാം. ഇപ്പം നമ്മൾ നമ്മുടെ അസറ്റ്സിൻ്റെ ബുക്ക് വാല്യൂ 10,000 ആണെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളത് റീവാല്യൂ ചെയ്ത സമയത്ത് ആ ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിനാണ് അവിടെ വന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് അതർ കോംപ്രിഹെൻസീവ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഏണിംഗ് പെർ ഷെയറും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ഷെയറിന് കൊടുക്കേണ്ട ഡിവിഡൻഡ് റേറ്റ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഏണിംഗ് പെർ ഓരോ ഈക്വിറ്റി ഷെയറിനുള്ള ഏണിംഗ് പെർ ഷെയർ എത്രയാണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള EPS നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഷെയർസ് അവിടെ ഉണ്ടെങ്കിൽ ആ ഡൈല്യൂട്ടഡ് ഷെയർസിൻ്റെയും EPS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ബേസിക് EPS കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്, അതായത് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഈക്വിറ്റി ഷെയർസ് ചെയ്താൽ നമുക്ക് ഒരു ഷെയറിന് എത്ര രൂപയാണ് ഡിവിഡൻ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ചെയ്താലാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കംപ്ലീറ്റ് ആവുക. ഈ ഒരു ഫോർമാറ്റും ബൈ ഹാർട്ട് ചെയ്യണം. ബൈ ഹാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പഠിക്കാനായിട്ടും ഇതിൻ്റെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.